ഹായ് മക്കളെ, കെമിസ്ട്രിയുടെ ക്വിക്ക് റിവിഷൻ അഥവാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ പറയുന്നു. നമ്മൾ പിന്നീട് പഠിക്കുന്ന ആദ്യത്തെ 3 ചാപ്റ്ററുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത 3 ചാപ്റ്ററുകളാണ് കെമിക്കൽ ബോണ്ടിങ്, തെർമോഡൈനാമിക്സ് ആൻഡ് ഇക്വിലിബ്രിയം. 25 മാർക്ക് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 3 ചാപ്റ്ററിൽ കൂടി 25 മാർക്ക്, 3 നല്ല ഒന്നാം തരം മാർക്കുള്ള ചാപ്റ്ററുകളാണ് കെമിക്കൽ ബോണ്ടിങ്ങും തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം. ഒരേ പ്രാധാന്യമുള്ള സെയിം മാർക്ക് നമുക്ക് വെയിറ്റേജ് ആയിട്ട് വരുന്ന 3 ചാപ്റ്ററുകളാണ് കെമിക്കൽ ബോണ്ടിങ്ങും തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയവും. കേട്ടോളുക, കെമിക്കൽ ബോണ്ടിങ്ങിൽ നിങ്ങൾ MOT പഠിച്ചിട്ടില്ല എങ്കിൽ, മോളിക്കുലർ ഓർബിറ്റൽ തിയറി പഠിച്ചിട്ടില്ല എങ്കിൽ, അതിലെ എനർജി പ്രൊഫൈൽ ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പഠിച്ചേ പറ്റൂ, നിർബന്ധമാണ്. ഓക്സിജൻ പഠിച്ചോളൂ, നൈട്രജൻ പഠിച്ചോളൂ, ഫ്ലൂറിൻ ഒരെണ്ണം ചോദിച്ചിരിക്കും. ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ എനർജി പ്രൊഫൈൽ ഡയഗ്രാം വരയ്ക്കാൻ ഷുവറായിട്ട് ചോദിച്ചിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ നേരെ VSCPR തിയറിയിലേക്ക് പോവുക. അതുമായി ബന്ധപ്പെട്ട ജോമെട്രിയൊക്കെ പഠിക്കുക. VSCPR തിയറിയിൽ ഒരു സറൗണ്ടിങ് ആറ്റം വരുമ്പോൾ അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ് ആ സ്ട്രക്ചർ വരയ്ക്കുന്നത്, ആംഗിൾ അടക്കം പഠിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് NH3 H2O ആണ്. എൻ്റെ മനസ്സ് പറയുന്നു NH3 തന്നെ ചോദിച്ചിരിക്കും. NH3 തന്നെ ചോദിച്ചിരിക്കുക, അതിന് സംശയം വേണ്ട. NH3 ചോദിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, അത് തന്നെ ചോദിക്കട്ടെ. ഓക്കെ, അത് VSCPR തിയറി പഠിക്കുക. മൂന്നാമത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓസോണിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരച്ച് പഠിച്ചിരിക്കണം. ഓസോണിന്റെ റെസൊണൻസ് സ്ട്രക്ചർ 3 ചിത്രങ്ങൾ വരുന്ന ഒരു പടം ഉണ്ട്, അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓസോണിന്റെ റെസൊണൻസ് സ്ട്രക്ചർ ക്ലിയർ ആയല്ലോ? നിർബന്ധമായിട്ടും പഠിക്കുക. ഫജാൻസ് റൂൾ പഠിക്കുക, കോവാലന്റ് നേച്ചർ പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, ഫജാൻസ് റൂള്, കോവാലന്റ് നേച്ചർ. ഹൈഡ്രജന്റെ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും. അതിൽ തന്നെ HCl ഗ്യാസ് ആണ്, സോറി H2O ലിക്വിഡ് ആണ്, H2S ഗ്യാസ് ആണ്, അല്ലെ? HF ലിക്വിഡ് ആണ്, HCl ഗ്യാസ് ആണ്. എന്തുകൊണ്ട്? ഹൈഡ്രജൻ ബോണ്ട് നടക്കുന്നത് കൊണ്ടാണ്. അത് വ്യക്തമായി പറയണം. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് ഒരു എക്സാമ്പിൾ ഓർത്തോ നൈട്രോഫിനോൾ, അത് പഠിച്ചിരിക്കണം. ഹൈഡ്രജൻ ബോണ്ടിങ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒക്ടറ്റ് റൂള്, അതിന്റെ ലിമിറ്റേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒക്ടറ്റ് റൂളിന്റെ ലിമിറ്റേഷൻ അറിയാൻ വയ്യാതെ പോകരുത്. ക്ലിയർ ആയല്ലോ? കോവാലന്റ് ബോണ്ടും അയോണിക് ബോണ്ടും ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കേണ്ടതാണ്. എങ്കിലും ഞാൻ ഈ പറഞ്ഞതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആയിട്ട് അത് പഠിച്ചതിന് ശേഷം മാത്രമേ ആ ചാപ്റ്റർ നിങ്ങൾ അവസാനിപ്പിക്കാവൂ. പഠിച്ചില്ലെങ്കിൽ പഠിക്കുക, പഠിച്ചിട്ടേ ഉറങ്ങാവൂ. അവിടെ നിന്ന് നിങ്ങൾ തെർമോഡൈനാമിക്സിലേക്ക് പോകുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിർബന്ധമായിട്ട് പറയണം. ഹെസ്സസ് ലോ, അതിന്റെ ഇല്ലുസ്ട്രേഷൻ നിർബന്ധമായിട്ട് പറയണം. ബോൺ ഹേബർ സൈക്കിൾ നിർബന്ധമായിട്ട് പറയണം. എൻട്രോപ്പി, സ്പോണ്ടേനിയസ് റിയാക്ഷൻ അറിഞ്ഞിരിക്കണം. പിടികിട്ടിയല്ലോ? യാതൊരു സംശയമില്ല, ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം മസ്റ്റാണ്. നിർബന്ധമായിട്ടും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം, ഇതിൻ്റെ അകത്ത് 1-2 പ്രോബ്ലങ്ങൾ വരാം. ഗിബ്സ് എനർജിയും അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. എല്ലാം കൃത്യമായി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കണം. ഞാൻ ഈ പറഞ്ഞത് പഠിച്ചിട്ടില്ല എങ്കിൽ അത് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ഒരെണ്ണത്തിലേക്ക് പോവുക. ക്ലിയർ ആയല്ലോ? ഇക്വിലിബ്രിയത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറയുന്നു, KPയും KCയും തമ്മിലുള്ള റിലേഷൻ പ്രൂവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. KPയും KCയും തമ്മിലുള്ള റിലേഷൻ 1 മാർക്കിന് ചോദിക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ബഫർ സൊല്യൂഷൻ നിർബന്ധമായി പഠിക്കേണ്ടതാണ്. കോമൺ അയോൺ എഫക്റ്റ് നിർബന്ധമായി പഠിക്കേണ്ടതാണ്. അറീനിയസ് പ്രിൻസിപ്പിൾ നിർബന്ധമായി പഠിക്കേണ്ടതാണ്. ലൗറി ബ്രോൺസ്റ്റഡും ലൂയിസ് കോൺസെപ്റ്റും ആസിഡുകളെയും ബേസുകളെയും സംബന്ധിച്ചുള്ള കൃത്യമായി പഠിച്ചിരിക്കണം. ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിളും പഠിച്ചിരിക്കണം. ഞാൻ ഈ പറഞ്ഞത് അറിയാൻ വയ്യ എന്നുണ്ടെങ്കിൽ പഠിച്ചിട്ടേ നിങ്ങൾ പോകാവൂ. നിങ്ങളെ ഒന്നും കൂടി പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ പല വീഡിയോയിൽ പല തവണയായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കേട്ട് മക്കളെ ഇപ്പം തന്നെ പഠിക്കുക. പഠിച്ചിട്ട് മാത്രം പോവുക. 25 മാർക്കിനുള്ളിൽ നമുക്കിതിന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, യാതൊരു സംശയം വേണ്ട. ഞാൻ 6 ചാപ്റ്ററിൻ്റെ പറഞ്ഞു കഴിഞ്ഞു. ഈ 6 ചാപ്റ്ററിൻ്റെ 2 വീഡിയോയിലായിട്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ അതൊരു വീഡിയോ ആകാം. നിങ്ങൾ കൃത്യമായിട്ട് അത് കേൾക്കുക. ഓക്കെ, കേൾക്കാൻ മാത്രം പോലെ അത് പഠിച്ചിട്ടേ നിങ്ങൾ മാറാവൂ. നിർബന്ധമായി ഞാൻ ഈ പറഞ്ഞത് പ്രോബ്ലം അടക്കം പഠിച്ചതിന് ശേഷം മാത്രം. ഇനി അധികം സമയമില്ല, എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കുക. കൃത്യം ഫുൾ മാർക്കുമായിട്ട് എല്ലാവരും തിരികെ വരിക. ഓക്കെ, എല്ലാവർക്കും ബൈ, നമസ്കാരം.